ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്തോനേഷ്യ ഗുജറിയാണ് കാണിക്കുന്നത്. ഇന്തോനേഷ്യ ഗുജറിയുടെ 159 രൂപയുടെ നല്ല കലങ്കാരി ഡിസൈൻസ് വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ്. മിക്സ് ആൻഡ് മാച്ച് ആണ് എല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് എടുക്കുന്ന പോലെ തന്നെ പെയർ ആയിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളല്ലാതെ സിംഗിളായിട്ട് സെലക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നെയും മാറ്റി സെലക്ട് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണിത്. നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ്. ഇന്തോനേഷ്യ ഗുജറി എല്ലാവർക്കും അറിയുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണല്ലോ. അപ്പം നമ്മളിതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ഇന്തോനേഷ്യ ഗുജറി വരുന്ന 165 രൂപയുടെ ആയിരുന്നു. ഇത് 159 രൂപയുടെയാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്. അതായത് നമുക്ക് ഇതിപ്പം ടോപ്പും ബോട്ടും ആയിട്ടും ഫ്രോക്ക് നൈറ്റീസൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്ന ആ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കളേഴ്സ് സെയിം ആണ്. അതായത് ഗുജറിയുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ അജ്രക്കിൻ്റെ മെറ്റീരിയൽ പോലെ തന്നെ ആ ഒരു കളർ ഷെയ്ഡ്സിലാണ് കേട്ടോ വരുന്നത്. അതായത് 3 കളർ ഷെയ്ഡ്സ്, നല്ല ഡാർക്ക് കളർ ഷെയ്ഡ്സിലായിരിക്കും. അതായത് ബ്ലാക്ക് ഷെയ്ഡും റെഡും അതേപോലെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. ഈ 3 കളർ ഷെയ്ഡ്സിലാണ് ഇതിൻ്റെ ഡിസൈൻസ് വേറെ വേറെ ആയിരിക്കും വരുന്നത്. എല്ലാ ഡിസൈൻസും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസാണ്. ഇതുപോലെ ഒരു ഡിസൈനും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മാച്ചിങ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ഒരു കലങ്കാരി ഡിസൈൻ, എല്ലാം തന്നെ കലങ്കാരി ഡിസൈൻ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൽ പെയറായിട്ട് എടുക്കണം എന്ന് പറയുമ്പം ഈ ഒരു 2 റെഡും ഒന്നിച്ചെടുക്കണം. അതേപോലെ തന്നെ അടുത്ത കളർ ഷെയ്ഡ്സ് വരുമ്പോഴാണെങ്കിലും ഈ 2 ഡിസൈനും ഒരു പെയറായിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് വരുമ്പം. അതായത് 2 മെറ്റീരിയലും 290 മീറ്റർ വീതം ഉണ്ടാവും. 2 നൈറ്റി സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും ആ ഒരു സെറ്റിനകത്ത്. അങ്ങനെയാണ് വരുന്നത്. റേറ്റും 2 റേറ്റാണ് വരുന്നത്. അങ്ങനെയാണ് മിക്സ് ആൻഡ് മാച്ച്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വീഡിയോയിലും പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. എന്നാലും പറയുന്നത് ഡീറ്റെയിൽസ് കേൾക്കാതെ ഓർഡർ ചെയ്യുമ്പം പിന്നെയും അത് കൺഫ്യൂഷൻസ് ആവുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആണ് ഡീറ്റെയിൽസും കൂടെ ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. മിനിമം 10 പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. 10 പീസിൽ മേളിലോട്ട് എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസാണിത്. 10, 20, 30, 40 പീസിന് മേളിലോട്ട് വരുമ്പോൾ നമ്മളെ കയ്യിലുള്ള മെറ്റീരിയൽ ഏത് മെറ്റീരിയലാണോ സെലക്ട് ചെയ്യുന്നത് അതിനെക്കാട്ടിലും 3 രൂപ വീതം ഇതിലുള്ള റേറ്റിനെക്കാട്ടും കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. 40 പീസിന് മേളിലോട്ട് എടുക്കുമ്പോൾ അതുവരെ ഈ ഒരു ഹോൾസെയിൽ പ്രൈസ് ഈ ഒരു റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത്. 10 താഴെ എടുക്കുമ്പം റീറ്റെയിൽ പ്രൈസാണ് വരുന്നത്. 10 രൂപ വീതം എക്സ്ട്രാ വരും. അതായത് ഈ ഒരു റേറ്റിൻ്റെ കാട്ടിലും 10 രൂപ കൂടുതൽ വരും 10 പീസിന് താഴെ എടുക്കുമ്പം. 3 പീസ് മുതലാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത്. 3 പീസിൽ താഴേക്ക് സെയിലില്ല. അങ്ങനെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് മെയിൻ ഡീറ്റെയിൽസ് വരുന്നത്. പേയ്മെൻറ്റ് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ചെയ്യാം. ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നമ്മളുടെ കയ്യിൽ ഈ ഒരു വീഡിയോയിൽ ഉള്ള കൂടാതെ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാറ്റലോഗ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കാറ്റലോഗ് സ്ഥിരമായിട്ടിപ്പം കാറ്റലോഗ് വഴിയാണ് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റലോഗ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാറ്റലോഗ് നമ്മൾ വാട്സപ്പിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മെസ്സേജ് ഇടുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അയച്ചു തരുന്നതാണ് കേട്ടോ കാറ്റലോഗ്. അപ്പോൾ ആ ഒരു ലിങ്കിലും കൂടെ കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കളക്ഷൻസ് ഇതിൻ്റെ എല്ലാം സിംഗിൾ ഫോട്ടോസ് എല്ലാ ഫോട്ടോസും അതിനകത്തുണ്ടാവും. കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അതിനകത്തുനിന്നും ഇതിനകത്തുനിന്നും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അജ്രക്കിൻ്റെയൊക്കെ മെറ്റീരിയൽ ഇല്ലേ, അതേപോലെ തന്നെ ആ ഒരു ടൈപ്പിൽ ആ ഒരു രീതിയിലുള്ള ഡിസൈൻസും അതേപോലെ തന്നെ ആ ഒരു ടൈപ്പ് കളർ ഷെയ്ഡ്സും ഒക്കെ വരുന്നതാണ് ഈ ഒരു ഗുജറി എന്ന് പറഞ്ഞാൽ. ഈ അജ്രക്കാണെങ്കിൽ പോലും അതൊരു ഗുജറി ടൈപ്പ് മെറ്റീരിയലാണ് ഈ അജ്രക്ക് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ഗുജറിയുടെ കളർ ഷെയ്ഡ് അങ്ങനെയാണ് കേട്ടോ വരുന്നത്. നമ്മുടെ ഹർഷിത ഗോൾഡിൻ്റെയൊക്കെ മെറ്റീരിയൽ വരത്തില്ലേ, അതേപോലെയുള്ള ഐറ്റമാണ് ഈ ഒരു ഗുജറി മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തും ഇത് കണ്ടോ, ഡിസൈൻസ് ചെറിയ വ്യത്യാസത്തിലാണ് മാറി മാറി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസ് അവിടുന്ന് ഇങ്ങോട്ടേക്ക് അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എത്ര പീസാണ് വേണ്ടതെന്ന് അതിൻ്റെ താഴെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് അയക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം എത്ര പീസാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ. ഇപ്പോൾ ഫോട്ടോസ് അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം 10 പീസാണോ 20 പീസാണോ അത് ഫോട്ടോസ് സെൻഡ് ചെയ്തിട്ട് അതിൻ്റെ താഴെ ഇത്ര പീസാണ് വേണ്ടതെന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വഴിയാണ് അയക്കേണ്ടത്, കൊറിയർ വഴിയാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ വേണ്ടതെന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത്. അതും ആദ്യം അയക്കുന്നവരുടെ ഓർഡേഴ്സ് എടുത്ത് വരുന്നതിനനുസരിച്ചിട്ടാണ് എല്ലാവർക്കും ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഫോട്ടോസ് അയച്ചിട്ട് ഒരു ഇച്ചിരി സമയം വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ബാക്കി ഡീറ്റെയിൽസ് അയച്ചു തരാം കേട്ടോ. എങ്ങനെയാണെങ്കിലും ഡീറ്റെയിൽസും കൂടെ കിട്ടിയെങ്കിലാണ് നമുക്ക് ബില്ല് അയക്കാൻ പറ്റുന്നത്. അപ്പം 1, 2, 3 പ്രാവശ്യവും നമ്മൾ അഡ്രസ്സ് ചോദിച്ചിട്ട് അയക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ എടുക്കാനാണോ ഇല്ലയോ എന്ന് പോലും നമുക്ക് ഒരു കൺഫർമേഷനും കൂടെ നമുക്ക് വേണമല്ലോ. അപ്പം ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യണമെങ്കിൽ അഡ്രസ്സും കൂടെ ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസും കൂടെ സെൻഡ് ചെയ്ത് തരിക. എന്നിട്ട് ഇപ്പം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിൽ പോലും
ഫോട്ടോസ് മാത്രമായിരിക്കും കൂടുതൽ ആൾക്കാരും അയക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോസ് വരുന്ന പാടെ നമ്മൾ ഏതിലാണ് അയക്കേണ്ടതെന്ന് അഡ്രസ്സോട് ചോദിക്കും. അപ്പോൾ അത് ചോദിക്കുമ്പോഴും അയക്കാതിരിക്കുമ്പം എന്താ പറ്റുകയെന്ന് വെച്ചാൽ ബാക്കി ഈ സെയിം അയച്ച പീസുകൾ ബാക്കി കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് അയച്ച ആൾക്കാരുടേത് എടുത്ത് പോകുമ്പോൾ പീസുകൾ സ്റ്റോക്ക് തീരുകയും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ചോദിച്ച് പിന്നെ ഓൺലൈനിലൊക്കെ വരുന്ന സമയത്ത് ചില കസ്റ്റമേഴ്സ് പിന്നെ ഓൺലൈനിൽ നിന്ന് പോയിട്ട് പിന്നെ ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പീസുകളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ പെട്ടെന്ന് പീസുകൾ തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് റേറ്റ് പറയുന്നതിന് എന്താണ്, അഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ റേറ്റ് പറയുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പം മെറ്റീരിയലിൻ്റെ റേറ്റ് ഇതിനകത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ റേറ്റ് അല്ലാതെ ഷിപ്പിംഗ് ചാർജ് വേണമല്ലോ. ആ ഒരു ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യാനും കൂടെയാണ് നമ്മൾ ഈ അഡ്രസ്സ് മെയിനായിട്ട് ആദ്യം തന്നെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്, ഇതിനെല്ലാം ഓരോ റീസൺസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. നമ്മൾ ബില്ല് സെൻഡ് ചെയ്യുമ്പോൾ ഏത് സ്ഥലമാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത്. കാരണം കൊറിയറിൻ്റെ ചാർജാണോ, പോസ്റ്റലിൻ്റെ ചാർജാണോ, കേരളത്തിന് പുറത്താണോ, അങ്ങനെയൊക്കെ അറിയണമല്ലോ. അതും കൂടി ഉള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ്. അപ്പോൾ വേണ്ടവരെല്ലാം പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്